ഇന്നലത്തെ മഴയിൽ വീണ്ടും മണ്ണിടിയുന്നത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇന്നലെ മണ്ണിടിയുന്നത്. അപ്പം ഈ വിഷയം NHന്റെ ആളുകളുടെ പലതവണ ബന്ധപ്പെട്ടിട്ടും പഞ്ചായത്തും അധികാരികളും ഒക്കെ ബന്ധപ്പെട്ടിട്ടും പക്ഷേ ശാശ്വതമായ പരിഹാരം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഗതികെട്ടിട്ടാണ് ഞങ്ങൾ ഇന്ന് കളക്ടറുടെ അടുത്തേക്ക് വന്നത്. KK രമ MLA കോഴിക്കോട് ജില്ലാ കളക്ടറുടെ വസതിയിൽ എത്തിയിരിക്കുകയാണ്. ഈ വടകരയിലെ ഈ പ്രശ്നങ്ങൾ മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് എത്തിയത്. കളക്ടർ എന്താ ഉറപ്പാണ് നൽകിയത്? അതെ, വടകരയിലെ NHന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വലിയ ദുരിതം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ സർവീസ് റോഡിൻ്റെ വിഷയങ്ങളായാലും അത് മുക്കാളിയിലുള്ളൊരു മണ്ണിടിച്ചിലിൻ്റെ വിഷയങ്ങളായാലും കഴിഞ്ഞ 3-4 വർഷമായി ഈ ഒരു പ്രശ്നം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 2024 മുക്കാളിയിൽ ആദ്യമായി മണ്ണിടിഞ്ഞത്. അന്ന് മുതൽക്ക് അത് പെട്ടെന്ന് റിട്ടേൺ വാൾ കെട്ടുമെന്ന് ഉറപ്പ് തന്നിട്ടും പക്ഷേ ഇതുവരെ അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇന്നലത്തെ മഴയിൽ വീണ്ടും മണ്ണിടിയുന്നത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇന്നലെ മണ്ണിടിയുന്നത്. അപ്പം ഈ വിഷയം NHന്റെ ആളുകളുടെ പലതവണ ബന്ധപ്പെട്ടിട്ടും പഞ്ചായത്തും അധികാരികളും ഒക്കെ ബന്ധപ്പെട്ടിട്ടും പക്ഷേ ശാശ്വതമായ പരിഹാരം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഗതികെട്ടിട്ടാണ് ഞങ്ങൾ ഇന്ന് കളക്ടറുടെ അടുത്തേക്ക് വന്നത്. അപ്പോൾ ഇതിന് പരിഹാരമായില്ലെങ്കിൽ ഇവിടെ ഇരിക്കും, NH ഓഫീസിൽ സമരം ചെയ്യാൻ വേണ്ടിയാണ്, ഞായറാഴ്ച ആയതുകൊണ്ടാണ്. അപ്പം അതിനനുസരിച്ചാണ് വന്നത്. പക്ഷേ കളക്ടർ നല്ല പോസിറ്റീവായി ഈ വിഷയം എടുത്തു. NH ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി ചർച്ച ചെയ്തു. അതിന് പരിഹാരമായിട്ടുണ്ട്. ഒക്ടോബർ 15-നകം റിട്ടേൺ വാൾ കെട്ടുമെന്നുള്ള ഉറപ്പ് തന്നിട്ടുണ്ട്. അതോടൊപ്പം സർവീസ് റോഡ് താൽക്കാലികമായ മെയിൻ്റനൻസ് എടുത്തുപോകാത്ത രൂപത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് തരാമെന്നുള്ളത്, ഈ മഴ ഒന്ന് മാറിയാൽ ഉടനെ അത് ചെയ്തു തരാം. അതിനുള്ള ട്രാഫിക് സംവിധാനങ്ങളൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് ചെയ്യാനുള്ള തീരുമാനങ്ങളായിട്ടുണ്ട്. അവിടുന്ന് വാടകയ്ക്ക് താമസിക്കുന്ന 3-4 വീട്ടുകാരുണ്ട്. അവർക്ക് വാടക കൊടുക്കാത്തത്, തീരെ വാടക കൊടുത്തിട്ടില്ലായിരുന്നു. അതിനുള്ള തീരുമാനമായിട്ടുണ്ട്. നാളെ വടകര വെച്ച് വിപുലമായ ട്രാഫിക് പ്രശ്നവുമായി ബന്ധപ്പെട്ട മീറ്റിംഗ് നാളെ വിളിക്കുന്നത്. അത് കളക്ടറും SP-യും ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് ആ തീരുമാനത്തിലൂടി ഇത്തരം വിഷയങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഭാഗത്ത് ഈ ഉറപ്പുള്ള റീടേണിംഗ് വാലും കെട്ടുന്നുള്ള ഉറപ്പാണ് ലഭിച്ചിരിക്കുന്നത് അല്ലേ? അതെ അതെ, നേരത്തെ വാഗാടാണ് ഈ വർക്ക് ചെയ്തിരുന്നത്. ഇപ്പോൾ അത് ഗൾഫാർ കമ്പനിയാണ് അത് എടുത്തിരിക്കുന്നത്. അവർ താഴെ ഫൗണ്ടേഷൻ കുറച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഈ 2 മാസം കൊണ്ട് കംപ്ലീറ്റ് റിട്ടേൺ വാള് 2 സൈഡും ചെയ്ത് ആ ഭാഗം സുരക്ഷിതമാക്കി തരും എന്നാണ് ഉറപ്പ് തന്നത്. ഇതൊരു അസാധാരണമാണ്. ഒരു MLA, അതും ഭരണകക്ഷിപ്പെട്ട ഒരു MLA കളക്ടറുടെ ഈ ക്യാമ്പ് ഓഫീസിൽ രാത്രി വരിക എന്നുള്ളതൊക്കെ. അല്ല, ഇത് ഭരണകക്ഷി എന്ന നിലയ്ക്കല്ല, ഇത് നാഷണൽ ഹൈവേയുടെ ഒരു പ്രശ്നമാണ്. ഇത് ഞങ്ങൾ നേരത്തെ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. 2022 തുടങ്ങിയ ഒരു പ്രശ്നമാണ്. ഈ മുക്കാളിയിലുള്ള ഇത് ഇടിഞ്ഞു വീണത് 2024 അതാണ് അന്ന് നിയമസഭയിൽ ഉൾപ്പെടെ സബ്മിഷൻ അവതരിപ്പിച്ചതാണ്. പക്ഷേ അന്നും പ്രശ്നത്തിന് പരിഹാരമായിരുന്നില്ല. ഇപ്പോഴും പ്രശ്നത്തിന് പരിഹാരമാകാത്ത ഒരു സാഹചര്യം വീണ്ടും മണ്ണിടിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്കത് വരേണ്ടി വന്നത്. പക്ഷേ മുഖ്യമന്ത്രിയും പിന്നെ കോഴിക്കോട് ജില്ലയുടെ ചാർജിലുള്ള അനിൽകുമാർ മിനിസ്റ്ററും ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാരോട് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ 2 മാസം കൊണ്ട് തീരുമാനമാകാനുള്ള അവസ്ഥയുണ്ടായിരിക്കുന്നത്. പ്രതിനിധികൾ ഇടപെട്ടിട്ടും NHയുടെ ഉദ്യോഗസ്ഥരെ ഗൗരവത്തിൽ കാണുന്നില്ലേ? ഇല്ല, അതാണല്ലോ പ്രശ്നം. ഇവിടെ പഞ്ചായത്തായാലും ബ്ലോക്കായാലും ഇപ്പോൾ ബ്ലോക്ക് പ്രസിഡന്റ് ഉണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്. ഇവരൊക്കെ നിരന്തരമായിട്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. പക്ഷേ ഒരു തരത്തിലും ആ പ്രശ്നങ്ങൾക്ക് ഗൗരവത്തിൽ അവരത് കാണുന്നില്ല. അത് പരിഹരിക്കാനുള്ള ഒരു ഇനീഷ്യേറ്റീവ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതാണല്ലോ ഞങ്ങളിങ്ങനെ പിന്നെയും പറയേണ്ടി വരുന്നത്. ജനങ്ങൾ മുഴുവൻ ഈ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഞങ്ങൾക്ക് വരാതെ നിവൃത്തിയില്ല എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ കളക്ടർ നല്ല പോസിറ്റീവായി വിഷയങ്ങൾ എടുത്തു. അത് പരിഹരിക്കുന്നതിന് ആവശ്യമായ തീരുമാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായി, ഇപ്പോൾ കളക്ടറുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. എന്നാലും MLA ഈ രാത്രിയിൽ കളക്ടറുടെ ക്യാമ്പ് ഓഫീസിൽ എത്തുകയും വളരെ കർശനമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ഒക്ടോബർ 15-നകം ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണുമെന്ന ഉറപ്പാണ് ലഭിച്ചിട്ടുള്ളത്. സാജിദ് അജ്മൽ, മീഡിയ 1, കോഴിക്കോട്.